മുംബൈയിലെ ഒരു സമ്പന്ന കുടുംബത്തിലെ അംഗമാണ് ജപ്പു എന്ന കുട്ടി. അവന് ADHD അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ ഉള്ളതിനാൽ ഒരു സാധാരണ കുട്ടിയെപ്പോലെ പെരുമാറാൻ അവന് കഴിയുന്നില്ല. അവന്റെ അമിതമായ ദേഷ്യവും നിർത്താതെയുള്ള ആക്ടിവിറ്റിയും ശ്രദ്ധക്കുറവും മാതാപിതാക്കളെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചു. ജപ്പുവിന്റെ ഈ പ്രത്യേക അവസ്ഥ കാരണം അവനെ പരിപാലിക്കാനും മനസ്സിലാക്കാനും ഒരുപാട് പരിചാരകർ വന്നെങ്കിലും ആരും അധികകാലം അവിടെ നിന്നില്ല. അതുകൊണ്ട് അച്ഛനും അമ്മയും ജോലിക്ക് പോകുമ്പോൾ ജപ്പുവിനെ വീട്ടിൽ പൂട്ടിയിടാൻ തുടങ്ങി. അങ്ങനെയിരിക്കെ ഒരു ദിവസം അമീർ എന്നൊരാൾക്ക് കുറച്ച് പണം അത്യാവശ്യമായി വന്നു. ജപ്പുവിന്റെ ഫ്ളാറ്റിൽ ആരുമില്ലായിരിക്കും എന്ന് കരുതി പണം മോഷ്ടിക്കാൻ അമീർ അവിടെ കയറി. ജപ്പു വീട്ടിലുണ്ടായിരുന്നത് അമീറിന് അറിയില്ലായിരുന്നു. അമീറിനെ കണ്ടപ്പോൾ ജപ്പു ശബ്ദമുണ്ടാക്കാൻ തുടങ്ങി. പേടിച്ചോടുന്നതിനിടെ അമീറിന്റെ കൈ അബദ്ധത്തിൽ ജപ്പുവിന്റെ ഇഷ്ടപ്പെട്ട കളിപ്പാട്ടം തട്ടി നിലത്ത് വീണൊടിഞ്ഞു. കളിപ്പാട്ടം ശരിയാക്കാൻ ജപ്പു അമീറിന് ഒരു പശ കൊടുത്തു. ആ പശ ജപ്പുവിന്റെ കൈയിൽ കുറച്ചായി. ജപ്പുവിന്റെ കൈ കഴുകുന്നതിനിടെ അമീറിന്റെ കൈയും ജപ്പുവിന്റെ കൈയും ഒട്ടിപ്പിടിച്ചു. എത്ര ശ്രമിച്ചിട്ടും കൈയെടുക്കാൻ പറ്റാതെ വന്നപ്പോൾ ഹോസ്പിറ്റലിൽ പോയി കൈ വേർപെടുത്താൻ അമീർ തീരുമാനിച്ചു. തുടക്കത്തിൽ ജപ്പു അമീറിനോട് വളരെ ദേഷ്യത്തോടെയും വാശിയോടെയുമാണ് പെരുമാറിയത്. എന്നാൽ അമീർ തന്റെ ക്ഷമയും സ്നേഹവും ഉപയോഗിച്ച് ജപ്പുവിന്റെ പ്രശ്നങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിച്ചു. അമീർ ജപ്പുവിനെ ഒരു രോഗിയായിട്ടോ പ്രശ്നക്കാരനായിട്ടോ കണ്ടില്ല. പകരം അവനെ ഒരു സാധാരണ കുട്ടിയായി കണ്ട് അവന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് കളികളിലൂടെയും രസകരമായ സംഭാഷണങ്ങളിലൂടെയും ഇടപെട്ടു. പതിയെ അമീർ ജപ്പുവിന്റെ വിശ്വാസം നേടിയെടുത്തു. ഇതിനിടയിൽ ഫ്ളാറ്റിൽ ജപ്പുവിനെ കാണാത്തതിനെ തുടർന്ന് പോലീസിൽ പരാതി നൽകാൻ ജപ്പുവിന്റെ അച്ഛനും അമ്മയും ഇറങ്ങുമ്പോൾ അമീർ ആരും കാണാതെ ജപ്പുവിനെ ഫ്ളാറ്റിന്റെ താഴെ കൊണ്ടുവിട്ടു. അമീറിന്റെ ഇടപെടലുകൾ ജപ്പുവിന്റെ സ്വഭാവത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയത് മാതാപിതാക്കൾ കണ്ടു. ഇതവർക്ക് വലിയ ആശ്വാസമായി. എന്നാൽ സ്വന്തം കുട്ടിയെ മനസ്സിലാക്കാൻ തങ്ങൾക്ക് കഴിഞ്ഞില്ലല്ലോ എന്നൊരു തിരിച്ചറിവും ഈ സംഭവം അവർക്ക് നൽകുന്നു. അങ്ങനെ അമീറിന്റെ സ്നേഹത്തിലൂടെ ജപ്പു സാധാരണ ജീവിതത്തിലേക്ക് തിരികെ എത്തുന്നതോടെ കഥ അവസാനിക്കുന്നു.